ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ 160 വണ്ടി ജന സർവീസായിട്ട് കയറ്റിയതാണ്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെയിൻ അഴിച്ച് ചെക്ക് ചെയ്ത് ചെയിൻ ഡാമേജാണ്, മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ബ്രേക്ക് ക്യാമൊക്കെ മാക്സിമം നമ്മൾ അഴിച്ചിട്ടാണ്. അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ നിലവിൽ പരമാവധി ഉപയോഗിച്ച് തീർന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണം. കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. ബ്രേക്ക് ലൈനർ മാറണം, കാരണം അതിൻ്റെ മില്ലിങ് തിരിച്ചിട്ട് നമ്മൾ പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ചെയിൻ സ്പ്രോക്കറ്റ് മാറണം, അതേപോലെ വീലിൻ്റെ റബ്ബറും പൊട്ടി കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് കാലുമ്മയ്ക്ക് ഒരു ഷിവറിങ് അനുഭവപ്പെടുന്നുണ്ട്. അത് നമുക്ക് ഈ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഈ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന ഈ സസ്പെൻഷൻ്റെ ഇവിടെ വന്നത് നീഡിൽ വെയറിങ്ങാണ്. നീഡിൽ വെയറിങ്ങും ബുഷനും അത് തേമാനം വന്നിട്ടൊരു പ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുമ്പോഴും നമുക്കത് ചെയിൻ സ്പോക്കറ്റ് ഡാമേജ് ആവാതിരിക്കാനായിട്ട് അത് എന്തായാലും മാറേണ്ടതാണ് നമുക്ക്. അതായത് ഈ ബാക്കിലെ സസ്പെൻഷൻ ഫുള്ളായിട്ട് അഴിക്കണം. അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നീഡിൽ വെയറിങ് വരാം. ഈ ആക്സിൽ അതിൻ്റെ ഉള്ളിൽ വന്നാണ് നീഡിൽ വെയറിങ്. അത് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഷിവറിങ് ഒന്നാമത് കാണിക്കും. തന്നെയല്ല നമുക്ക് ഈ സ്പോക്കറിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഏറ്റക്കുറച്ചിൽ കാണിക്കും. ഒരു ചെറിയ ഗ്യാപ്പ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചെയിനും ലൈഫ് കിട്ടില്ല. ഓൾറെഡി നമ്മുടെ ഈ കംപ്ലയിൻറ്റ് മാറാനും പോയി പെട്ടെന്ന് ചെയിൻ കംപ്ലയിൻറ്റിലേക്കും പോകും. തന്നെയല്ല ഈ സാധനം ഇന്നലേക്ക് നമുക്ക് നാളെ മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്കിപ്പോൾ ഈ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അഴിച്ച് മാറ്റേണ്ട ഒരു പാർട്ടുണ്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ചെയിൻ മാറ്റുമ്പോൾ നമുക്ക് ചെയിൻ്റെ 2 സ്പോക്കറ്റ് വീല്, ഫ്രണ്ടിലെയും ബാക്കിലെയും സ്പോക്കറ്റ് വീല് ചെയിനും അങ്ങനെ സെറ്റായിട്ടാണ് മാറുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. ഇത് ഇരിക്കണ ടാറ്റയുടെ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടും ബാറ്ററിയുടെ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.96 റേഞ്ചിൽ വരുന്നുണ്ട്. നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ബാറ്ററി ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്, കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണേ, ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ കൊണ്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് കാർബറേറ്റർ വാക്യൂം പിസ്റ്റൺ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഇത് 2 സൈഡും ശരിക്കും പറഞ്ഞാൽ ഇത് ഈ അലുമിനിയത്തിൻ്റേതായിട്ടുള്ള ഈ റൗണ്ട് ഈ കളർ വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തേയ്മാനാണ് ഈ കാണിച്ചത് കേട്ടോ. കാരണം ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു കോട്ടിങ് പോലെയാണ്, ഒരു ലൂബ്രിക്കേഷനാണ് ശരിക്കും. ലൂബ്രിക്കേഷൻ കോട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കോട്ടിങ് കൊടുത്തതാണ്. അപ്പോൾ അത് തേയ്മാനം വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പിടുത്തം കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഈ വാക്യൂം പിസ്റ്റൺ കാണിക്കും. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ സ്ലോ ജെറ്റ് നമുക്ക് മാറ്റി കാർബറേറ്റർ വാക്യൂം പിസ്റ്റണും മാറ്റിയിട്ട് വേണം നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട്. കാർബറേറ്റർ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനർ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അതിന് ശേഷം വേണം നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാനായിട്ട്. ഇതിനെ നോക്കുമ്പോൾ അഴുക്കണി കാണും. അത് ഫുള്ള് നമ്മൾ ക്ലീനർ വെച്ച് നല്ല നീറ്റായിട്ട് അത് ക്ലീനായിട്ട് വരും. അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അതേപോലെ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് നമുക്ക് ചോക്ക് സ്റ്റാർട്ടർ ചോക്ക് ഉണ്ട്. അതായത് ചോക്ക് വലിക്കുന്നുണ്ടല്ലോ, ചോക്കിൻ്റെ ഈ കേബിൾ ഓൾറെഡി ഒടിഞ്ഞ രീതിയിലാണ് നിൽക്കണേ. അത് കൂടാതെ കൊണ്ട് ചോക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ വന്ന പിസ്റ്റൺ, ചോക്ക് വർക്ക് ചെയ്യുന്ന പിസ്റ്റൺ ഈ ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റാർട്ടറിൻ്റെ വാൽവ്, ഇത് സ്റ്റാർട്ടർ വാൽവ് എന്ന് തന്നെ പറയാം, അതൊന്ന് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് കാർബറേറ്റർ ട്യൂണിങ്ങൊക്കെ പക്കയായിട്ട് നിൽക്കും. ഒരല്പം ചോക്ക് വലിഞ്ഞ് നിന്നാൽ പോലും കൃത്യമായിട്ട് ഇറങ്ങാത്തൊരു കണ്ടീഷൻ. അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് കാണിച്ചിട്ട് കൈയോടെ മാറ്റി കളയാന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അത് ഫുള്ളായിട്ട് ചെന്ന് ബ്ലോക്ക് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് മൈലേജിനൊക്കെ ഡയറക്റ്റ് ബാധിക്കും. നമ്മളറിയില്ലത്. അപ്പോൾ അത് നോക്കാം. കറക്റ്റായിട്ട് ലോകം ആവണില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. എനിക്കതൊരു 100 രൂപ 170 രൂപ കണ്ടാണ് അതിൻ്റെ സെറ്റിന് വില കേട്ടോ. അതായത് ഈ യൂണിറ്റും അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഈ ഔട്ടറെല്ലാം അടക്കം വരുമ്പോൾ ഏകദേശം നമുക്ക് പറ്റുന്നത് ഒരു 100-170 രൂപ കണ്ടെന്ന് തോന്നുന്നു. ഏകദേശം റേഞ്ച് തന്നെ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച ഒരു പോയിൻറ്റ് തെളിയുന്നുണ്ടായില്ല. ബൾബ് ഒരെണ്ണം പോയിട്ടുണ്ട്. ബൾബിൽ തന്നെ ഒരു പോയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. പിന്നെ ബ്രേക്ക് പാഡ്, അതിൻ്റെ പിസ്റ്റൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടായിരുന്നു. പാഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പാഡ് തീർന്നേക്കാണ് കേട്ടോ, ഫുള്ള് തീർന്നേക്കണം. മാക്സിമം ഇതാണ് എൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഫുള്ള് തീർന്നു. ഇനിയിപ്പോൾ ഡയറക്റ്റ് കയറിയാൽ മെറ്റൽ കയറി പിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക് പാഡൊന്ന് മാറ്റിയിട്ടേക്കാം. ഈ പിസ്റ്റൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഒന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഒന്ന് WD അടിച്ചിട്ടൊന്ന് ഫ്രീ ആക്കി ഇട്ടേക്കാം. കാലിപ്പറിൻ്റെ ബ്രാക്കറ്റൊക്കെ എല്ലാം അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. എൻ്റെ റബ്ബർ ബൂട്ടൊന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ചൊക്കെ എരിയുണ്ട് ഹെഡിനകത്ത് കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും കാർബൺ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലായിട്ടുണ്ട്. പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അതും കൂടിയാണ് കണ്ടതുകൊണ്ടാണ് കാർബറേറ്റർ നമ്മൾ ഡയറക്റ്റ് അഴിച്ചത്. കാരണം അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഉണ്ടെന്നുള്ള ദിവസം നമുക്കറിയുന്നത് കൃത്യമായിട്ട്. കാരണം
ഫ്രഷ് പ്ലഗും അതിൻ്റെ ഈ മൗത്ത് വരുമ്പോഴത്തേക്കും അത്രയും കരിയുണ്ട് അതിനകത്ത്. അപ്പോൾ മെയിനായിട്ട് അതും കൂടി കണ്ടപ്പോഴാണ് കാർബറേറ്റർ മെയിനായിട്ട് നമ്മൾ അഴിച്ചതിൻ്റെ ദിവസം. അപ്പോൾ അതിനെല്ലാം നമുക്കൊരു ചെറിയൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ നല്ല ഓയിലാണ് കാണുന്നത് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോയും കൂടി വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. അതായത് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പാർട്സുകളായിട്ട് വന്നത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്, അതേപോലെ ചെയിൻ സ്പോക്കറ്റ്, വീൽ റബ്ബർ. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാർബറേറ്ററിന് അത് തന്നെ വാക്യൂം പിസ്റ്റൺ വന്നുണ്ട്, അതേപോലെ സ്ലോ ജെറ്റ് വന്നുണ്ട്. വാക്യൂം പിസ്റ്ററിൻ്റെ യൂണിറ്റ് അതും സ്ലോ ജെറ്റ് വന്നുണ്ട്. ഈ ഫ്ലോട്ട് ഈ ഇതിൻ്റെ സ്റ്റാർട്ടർ വാൽവ് നമ്മൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ കാർബറേറ്റർ ക്ലീനർ എടുക്കണം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ്, ബൂട്ട് സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കുറച്ച് അത് കംപ്ലീറ്റ് അതിൻ്റെ റിപ്ലൈ കിട്ടിയാൽ നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.